7th സ്റ്റാൻഡേർഡിലെ മാത്സ് കേട്ടോ. അതിൽ 9th ചാപ്റ്റർ ആയ നമ്പർ റിലേഷൻസ് ഉള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കാണുക. കോമൺ ഫാക്ടറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് നമ്പർ തരും, അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് ചോദിക്കും. അതാണല്ലേ. ഇവിടെ നോക്കൂ, 12ഉം 18ഉം ആണ്. അപ്പോൾ 12ൻ്റെയും 18ൻ്റെയും കോമൺ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 2ഉം 3ഉം 6ഉം ആണ് ഫാക്ടേഴ്സ് അല്ലേ, കോമൺ ആയി വരുന്നത്. അപ്പോൾ 12ൻ്റെ ഫാക്ടർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സിമ്പിളായിട്ട് ഞാൻ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 12ൻ്റെ ഫാക്ടർ ആകുമ്പോൾ 12നോട് എന്തൊക്കെ ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 12 കിട്ടിയ ഏതൊക്കെ നമ്പറിനോട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക നോക്കുക. 1 × 12 എന്താണ്? 12 ആണ് അല്ലേ. 2 × 6 എന്താണ്? 12. 3 × 4 എന്താണ്? 12. പിന്നെ 4 × 3 അടുത്തത് 4 × 3 പറഞ്ഞാൽ 12 ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്പർ വരുന്നത് അല്ലേ. പിന്നെ 6 × 2 പറഞ്ഞാൽ 12 ആണ്. 12 × 1 പറഞ്ഞാൽ 12 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഫാക്ടർ എന്ന് പറയുന്നത്, ഈ 12ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എഴുതാം 1 2 3 4 അല്ലേ. 3 ഇവിടെ ഉണ്ട്, 4 ഉണ്ട് അല്ലേ. പിന്നെ 6 12 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 12ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 2 3 പിന്നെ 4 പിന്നെ എന്താ വരുന്നത്? ഇതാ 1 2 3 4 പിന്നെ 3 ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ 4ഉം ഉണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി 6 പിന്നെ 12 അല്ലേ. 12 ടീച്ചർ എഴുതിയപ്പോൾ എന്താ ഇപ്പോൾ ഇതാട്ടോ, 6 ആണ് ഇത്. ദെൻ 6 12 അല്ലേ. പിന്നെ എന്താണ് 18ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 18ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാ 1 2 3 6 പിന്നെ 1 × 18 എന്ന് പറഞ്ഞാൽ 18 അല്ലേ. 2 × 9 എന്ന് പറഞ്ഞാൽ 18. 3 × 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 18. 6 × 3 എന്ന് പറഞ്ഞാലോ 18. പിന്നെ എന്താണ് അടുത്ത് വരുന്നത്? 9 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 18. പിന്നെ 18 × 1 എന്ന് പറഞ്ഞാൽ 18 അല്ലേ. ഇനി വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് മറ്റൊന്നും എഴുതുന്നില്ല, ഒക്കെ ഇവിടെ എന്താ ഉണ്ട് അല്ലേ. ഇത് ഞാൻ എഴുതി കാണിച്ചതല്ല. 3 × 6 എന്ന് പറഞ്ഞാൽ 6 × 3 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ. 2 × 9 എന്ന് പറഞ്ഞാൽ 9 × 2 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, അത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ 18ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ നമ്പറൊക്കെ നമ്മളെടുത്ത് എഴുതുക കേട്ടോ. അപ്പോൾ 18ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 പിന്നെ ഏതാണ്? 2 പിന്നെ ഏതാ? 3 പിന്നെ 6 പിന്നെ 9 പിന്നെ ഏതാണ്? 18 അല്ലേ. പിന്നെ 18 വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ 12ൻ്റെ ഫാക്ടർ 1 2 3 4 6 12 ആണ്. പിന്നെ 18ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 2 3 6 9 18 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് നോക്കിയാൽ അപ്പോൾ 1 2ലും കോമൺ ആണ് അല്ലേ. ഓക്കെ. പിന്നെ 2 2ലും ഉണ്ട് അല്ലേ. പിന്നെ 3 ഉണ്ട് 2ലും അല്ലേ. 4 ഉണ്ടോ? അപ്പോൾ 4 എഴുതാൻ പറ്റൂല. അപ്പോൾ 4 ഇതിലില്ലല്ലോ, അപ്പോൾ 4 എഴുതണ്ട. ഇനി 6 ഇതിലുണ്ടോ? ഇതിലുണ്ട് അല്ലേ. അപ്പോൾ 6 കോമൺ ഫാക്ടറാണ്. ഇനി 12 ഇതിലല്ലോ, അപ്പോൾ ഇല്ല. അപ്പോൾ നമ്മളെ കോമൺ ഫാക്ടർ ഓഫ് 12 ആൻഡ് 18 എങ്ങനെ എഴുതാ അറിയോ? 1 2 പിന്നെ 3 പിന്നെ 6 അല്ലേ. 1 2 3 6. 1 ഇപ്പം എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് 1 നമ്മൾ സാധാരണ എഴുതാറില്ല. 2 3 6 എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടു 2 3 6 ആർ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദീസ് അല്ലേ. 12ൻ്റെയും 18ൻ്റെയും കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് ഏതാണ്? 2ഉം 3ഉം 6ഉം അല്ലേ. 1 എല്ലാത്തിനും ഏത് നമ്പർ എടുക്കാനും 1 ഉണ്ട്. അപ്പോൾ 1നെ നമ്മൾ എന്താക്കാൻ പറ്റില്ല, 1 ഫാക്ടറാണ് എല്ലാ നമ്പറിൻ്റെയും. അപ്പോൾ നമ്മൾ എന്താക്കുന്നില്ല, നമ്മൾ അതിൽ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. 1 എഴുതി വെച്ച് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ 1 2 3 6 ആണ് എന്ത്? കോമൺ ഫാക്ടേഴ്സ് ഓഫ് 12 ആൻഡ് 18. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി വേറൊരു മെത്തേഡിൽ ഇത് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി തരാം. ഈ 12നെ നമ്മൾ ഇങ്ങനെ എഴുതുക. അപ്പോൾ 12നെ 12 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ 6 6 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ 3 3 ഡിവൈഡഡ് ബൈ 3 പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 12നെ നമ്മൾ 2 × 2 × 3 എഴുതി. ഇനി 18 അതേപോലെ തന്നെ 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 9 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 3 3 ഡിവൈഡഡ് ബൈ 3 പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 18 നമ്മൾ 2 × 3 × 3 എഴുതി അല്ലേ. ഇനി എന്താണ് ഇതിൽ നമ്മൾ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോമൺ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ എഴുതാൻ അറിയോ? കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു, നോക്കൂ ഇതിലിപ്പോൾ 2 ഇല്ലേ, ഇത് 2ലും 2. അപ്പോൾ ഇതിൽ 2ലും 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് 2 എന്ന് എഴുതുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ 2 എന്ന് എഴുതി. പിന്നെ എന്താണ് കോമൺ ഫാക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ 2ലും 2 ഉണ്ടായതുകൊണ്ട് 2 എന്ന് എഴുതി. ഇനി ഇവിടെ എന്താ ഉള്ളത്? കോമൺ ആയിട്ടുള്ള ഈ 2 മുകളിലുണ്ട്, പക്ഷെ താഴെ ഇല്ല അല്ലേ. അപ്പോൾ നമ്മളത് എടുക്കണ്ട.
പിന്നെ ഇവിടെ ഇതാ മുകളിൽ 3 ഉണ്ട്, താഴെയും 3 ഉണ്ട് അല്ലേ, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 3 എഴുതുക. 2 കോമൺ ആയിട്ടുള്ളത് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 എന്തുണ്ട് 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 എഴുതി. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, ബാക്കി നമ്മൾ എടുക്കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് 2 × 3 അല്ലേ, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് 2 × 3 6 അല്ലേ. അതും കൂടി നമ്മളാണ് കോമൺ ഫാക്ടർ ആക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2, 3, 6 ആർ ഫാക്ടേഴ്സ്. ഇതിപ്പോൾ ചെറിയ നമ്പറിലാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്താൽ മതി അല്ലേ. വലിയ നമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വലിയ നമ്പറിൻ്റെ ഒക്കെ 1250 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് 1250ൻ്റെയും അതുപോലെ 2520ൻ്റെ ഒക്കെ കോമൺ ഫാക്ടർ കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് കണ്ടതിന് ശേഷം എന്താണ് ഇന്ന് കോമൺ ഫാക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ കോമൺ ഫാക്ടർ ഇങ്ങനെ ആദ്യം എന്താക്കുക, ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇങ്ങനെ ഫാക്ടർ ഇതിങ്ങനെ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എടുത്ത് ഓരോന്നായിട്ട് എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. പിന്നെന്താണ് ഇവിടെ പിന്നെ കോമൺ ആയിട്ടുള്ള എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തതും എന്താ എഴുതിയാൽ മതി. ഓക്കെ. ദെൻ അടുത്തത് നോക്കുക, നമുക്ക് പ്രോബ്ലം നോക്കൂ. 42ൻ്റെ 17ൻ്റെ അതേപോലെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചപ്പോൾ 2 × 3 × 7 കിട്ടി. പിന്നെ എന്താണ് 17ൻ്റെ 2 × 5 × 7 കിട്ടില്ലേ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് 2 അല്ലേ. അപ്പോൾ 2 നമുക്ക് അതിൻ്റെ ഫാക്ടർ ആക്കി എഴുതുക. ഇതിൽ വേറെ വരുന്ന കോമൺ ആയിട്ട് രണ്ടിലും വരുന്ന ഏതാ 7 അല്ലേ. അപ്പോൾ 7 കൊണ്ട് എഴുതുക അല്ലേ. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, 2ഉം 7ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 2 × 7 = 14 അല്ലേ. അപ്പോൾ ഇതെന്താണ് 1, 2, 7 14 ആണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ. ഓക്കെ. ദെൻ അതേപോലെ 504ൻ്റെയും 514ൻ്റെയും ആണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ 504ൻ്റെ അതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 × 2 × 2 × 3 × 3 × 7 എഴുതും അല്ലേ. അപ്പോൾ നമ്മൾ 3 2 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താക്കും, 2⁻² എന്ന് പറഞ്ഞിട്ട് പവർ 3 ആക്കി എഴുതാം. ഓക്കെ. അതേപോലെ 2 3 ആകുമ്പോൾ 3² എന്ന് എഴുതാം. പിന്നെ 514ൻ്റെതാണെങ്കിലോ 2² അല്ലേ. 2 × 2 × 3 × 3 × 3 × 5 നമുക്ക് കിട്ടും. അപ്പോൾ എന്താക്കുക, 2ന് എത്ര ഉണ്ട് നോക്കുക, അതിന് പവർ കൊടുക്കുക 2². അതേപോലെ 3³ കൊടുക്കുക, 3 3 ഉണ്ട്. അപ്പോൾ 3ൻ്റെ പവർ 3 ആക്കി കൊടുക്കുക × 5. ഇനി ഇത് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതൊക്കെയാണ് നമുക്ക് എന്താണ് നമുക്ക് നിരത്തി എഴുതിയാൽ തന്നെ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കൂ, ഇതിൽ ചെറുത് ഏതാണ് നോക്കുക, അതിൻ്റെ പവർ ചെറുത് ഏതാണെന്ന് നോക്കുക. ഇതിൽ പവർ ചെറുത് ഏതാണ്, 2³ ആണോ 2² ആണോ? 2² ആണ് അല്ലേ. അപ്പോൾ 2² ആണ് അതിൻ്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ 2² എന്ന് എഴുതുക. പിന്നെ ഇത് 3² ആണോ 3³ ആണോ ചെറുത്, അതിൻ്റെ പവർ ചെറുത് ഏതാ, സ്ക്വയറിൻ്റെ അല്ലേ. 3² ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, അതിൻ്റെ കോമൺ ഫാക്ടർ ആയി വരുന്നത് ഏതൊക്കെയാണ്, 2² × 3² ആണ് അല്ലേ. 2² × 3² ആണ് കോമൺ ഫാക്ടർ. ഇനി നമുക്ക് എന്താണ് നേരത്തെ ചെയ്ത മാതിരി 2ഉം 3 ആയപ്പോൾ 2 × 3 6 എന്ന് പറഞ്ഞ് എഴുതണ്ടേ. അപ്പോൾ നമുക്ക് എന്താ, ക്യൂബും സ്ക്വയറും 3² 2² ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖത്തിന് ഇങ്ങനെ എഴുതാം. എങ്ങനെ, ഫസ്റ്റ് 1 എന്ന് കൊടുക്കുക. പിന്നെ 2² ഇനി 2³ ഉണ്ടെങ്കിൽ എന്താക്കുക, ആ കോമൺ ഫാക്ടറിൽ 2³ ഉണ്ടെങ്കിൽ എന്താക്കണം, 2³ ഇപ്പുറത്ത് എഴുതണം. ഇവിടെ 2² ഉള്ളു. അപ്പോൾ എന്താണ് 2² എന്ന് എഴുതിയാൽ മതി. പിന്നെ താഴോട്ടായിട്ട് എന്താണ് 3² അല്ലേ നമ്മൾ പറഞ്ഞത്, 2² × 3² അല്ലേ പറഞ്ഞത്. ഇതല്ലേ 2² × 3² അല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് 2ൻ്റെ ഇവിടെ മുകളിൽ എഴുതി. പിന്നെ എന്താക്കുക, താഴോട്ടേക്ക് 3² എന്ന് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളി വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് പിന്നെ കള്ളി വരച്ചിട്ട് എഴുതാം, തെറ്റിക്കാതെ എഴുതിയാൽ മതി. ഇങ്ങനെ കോളം വരച്ചിട്ട് എഴുതുക. അപ്പോൾ എന്താണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ കള്ളി വരച്ച് എഴുതിയാൽ നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ എന്താക്കുക, 2ഉം 1 2 2² അല്ലേ. പിന്നെ 1 3 3² എന്നിങ്ങനെ എഴുതുക. ഇനി എന്താക്കുക, ഈ 2 ഇല്ലേ, ഈ 2 എന്താക്കുക, ഈ 2ൻ്റെയും 3ൻ്റെയും ഇവിടെ കാലിയായിരിക്കുമല്ലോ. അവിടെ എന്താക്കുക 2 × 3 എന്ന് എഴുതുക. പിന്നെ ഈ കോളത്തിൽ എന്താക്കുക, ഇതിന് നേരെ മുകളിലുള്ള ഈ ഇതും പിന്നെ ഇതിന് നേരെ സൈഡിൽ ഈ നമ്പർ എഴുതുക അല്ലേ, 2² × 3 കണ്ടോ. പിന്നെ ഇവിടെ എന്താ എഴുതേണ്ടത്, അതിന് നേരെ മുകളിലുള്ള ഈ നമ്പർ 2 പിന്നെ സൈഡിൽ ഈ നമ്പർ 3² അല്ലേ, 2 × 3². പിന്നെ ഇവിടെ എഴുതേണ്ടത് മുകളിൽ നമ്പറിൽ ഏതാണ് 2² പിന്നെ ഈ സൈഡിലുള്ളത് 3² അല്ലേ, 2² × 3² അങ്ങനെ എഴുതുക. ഇനി എന്താക്കുക, നമ്മളെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, 1ഉം 2ഉം പിന്നെ 2² എന്ന് പറഞ്ഞാൽ എന്താ 4 അല്ലേ, കണ്ടോ 4 ഇവിടെ നിന്ന്. പിന്നെ എന്താണ് 3ഉം പിന്നെ 2 × 3 പറഞ്ഞാൽ എന്താ 6 അല്ലേ. പിന്നെ 2² × 3 എന്താ 2² എന്ന് പറഞ്ഞാൽ 4 4 × 3 എന്താ 12 കണ്ടോ.
പിന്നെ എന്താണ് 3 സ്ക്വയർ അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9 അല്ലേ? പിന്നെ 2 × 3 സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? 2 × 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 9 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? അപ്പോൾ 2 × 9 എത്ര? 18. കണ്ടോ, 18 ഇവിടെ വന്നു. ദെൻ 2 സ്ക്വയർ × 3 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 4 × 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 4 × 9 എത്രയാണ്? 36. അപ്പോൾ നമ്മളെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 504ൻ്റെയും 514ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 2 4 3 6 12 9 18 36 ഇതായിരിക്കും കേട്ടോ നമ്മളെ കോമൺ ഫാക്ടർ ഓഫ് 504ൻ്റെയും 514ൻ്റെയും കേട്ടോ. ഇനി നോക്കൂ, ഇനി വേറൊരു എക്സാമ്പിൾ അല്ലേ? കോമൺ ഫാക്ടർ ഓഫ് 1216ൻ്റെയും 1320ൻ്റെയും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ? ഇത് അതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായില്ല അല്ലേ? ഇതാ ഇങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ അല്ലേ? ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് ചെയ്യാം, ഇങ്ങനെ വെച്ച് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് 1216ൻ്റെ 2 സ്ക്വയർ × 3 സ്ക്വയർ × 5 × 7 കിട്ടും. പിന്നെ എന്താ 1320ൻ്റെ 2 ക്യൂബ് × 3 × 5 × 11 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഏതാണ് 2 സ്ക്വയറും കോമൺ ആയിട്ട് പറയുമ്പോൾ ഇതിന് ചെറിയ പവർ നോക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പവർ ഇതിലേതാണ്? 2 സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കോമൺ ഫാക്ടർ 2 സ്ക്വയർ അല്ലേ? പിന്നെ ഇതിൻ്റെ പവർ ചെറുത് ഏതാന്ന് നോക്കുക. ഏതാണ്? 3 പവർ 1 അല്ലേ? അപ്പോൾ 3 അല്ലേ? 2 സ്ക്വയറും 3യും പിന്നെ എന്താ കോമൺ ആയിട്ടുള്ള ഇവിടെ രണ്ടിലും 5 അല്ലേ? 5. അപ്പോൾ 2 സ്ക്വയർ × 3യും 2 സ്ക്വയറും 3യും 5 ആണെന്ത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. 1216ൻ്റെയും 1320ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആണ് 2 സ്ക്വയറും 3യും 5ഉം. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് എന്താണ്? ഇനി നമ്മൾ എന്താക്കണം? അതേപോലെ ഇത് മാത്രം മതിയോ? പോരെ അല്ലേ? ഇനി ഇതിൻ്റെ മൾട്ടിപ്പിളും കാണണ്ടേ? അതും കൂടി കാണണം അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ കാണുക? എന്താ നോക്കൂ, ഇതിനെ നമ്മൾ എന്താക്കുക? 2 സ്ക്വയർ ഇടല്ലോ അല്ലേ? അപ്പോൾ 2 സ്ക്വയറിന് നമ്മൾ എന്താക്കുക? 1ഉം 2ഉം 2 സ്ക്വയറും എഴുതുക അല്ലേ? 2 എഴുതണം, 2 സ്ക്വയർ ഇനി 2 ക്യൂബ് ഉണ്ടെങ്കിൽ 2 ക്യൂബ് അല്ലേ? 1 2 2 സ്ക്വയർ 2 ക്യൂബ് എഴുതുക. ക്യൂബ് ഉണ്ടെങ്കിൽ എത്ര ഉണ്ടോ അത്രയും എഴുതി പോകണം. പവർ ആക്കിയിട്ട് ആദ്യം 1 പവർ 2ൻ്റെ പവർ 1 ആക്കി എഴുതണം, പിന്നെ പവർ 2 ആക്കി എഴുതണം. ഇനി ഉണ്ടെങ്കിൽ പവർ 3 ആക്കി വേറെ ടേബിളിലാക്കി എഴുതണം അല്ലേ? പിന്നെ അടുത്തത് എന്താണ്? ഇവിടെ 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 3 എഴുതി. ഓക്കെ, അപ്പം ആ 3 എഴുതി. പിന്നെ 5 ഉണ്ട് അല്ലേ? 5 കൂടെ എഴുതി. പിന്നെ ചെയ്യേണ്ട എന്താണ്? 3 × 5 എന്ന് പറഞ്ഞാൽ 3 നമ്പർ ഉണ്ടല്ലോ അല്ലേ? 3 നമ്പർ ഉണ്ടായതുകൊണ്ട് ഈ 3 × 5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ എഴുതണം. ഓക്കെ, പിന്നെ എഴുതേണ്ടത് എന്താണ്? ഈ കോളത്തിൽ എങ്ങനെയാണ്? നിങ്ങൾ കള്ളി വേണമെങ്കിൽ വരയ്ക്കുക കേട്ടോ. കള്ളി വരച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കള്ളി വരയ്ക്കുക. അങ്ങനെ എഴുതിയല്ലോ. ഇനി എന്താണ്? ഓക്കെ, ഇനി ഇവിടെ എഴുതേണ്ടത് 2 × 3 അല്ലേ? പിന്നെ ഇവിടെ എഴുതേണ്ടത് 2 സ്ക്വയർ × 3 അല്ലേ? ഇവിടെ എഴുതേണ്ടത് 2 × 5, ഇവിടെ എഴുതേണ്ടത് 2 സ്ക്വയർ × 5. ഓക്കെ, ഇനി 3 × 5ൻ്റെ അവിടെ എന്താണ് എഴുതേണ്ടത്? മുകളിൽ 2 പിന്നെ ഈ 3 × 5 കൂടെ എഴുതുക. പിന്നെ ഇവിടെ 2 സ്ക്വയർ പിന്നെ ഈ 3 × 5 എഴുതുക. ഈ കോളത്തിൽ ഈ നേരെ മുകളിലുള്ള ഈ നമ്പറും നേരെ ഈ സൈഡിലുള്ള നമ്പറും ഇത് എഴുതുക. ഈ കോളത്തിലാണെങ്കിലോ നേരെ മുകളിലുള്ള ഈ നമ്പറും നേരെ ഈ സൈഡിലുള്ള ഈ നമ്പർ അറ്റത്തുള്ള നമ്പറുകൾ എഴുതുക കേട്ടോ. മുകളിലുള്ള സൈഡിലുള്ള രണ്ടും ഗുണിക്കുക. ഇനി അത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നോക്കൂ? 2 × 3 1ഉം 2ഉം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? പിന്നെ ഇവിടെ 3 ഉണ്ട്, ആ 3 എഴുതി. പിന്നെ 2 × 3 പറഞ്ഞാൽ 6, 2 സ്ക്വയർ × 3 അല്ലേ? 4 × 3 12, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 4 × 2, അപ്പോൾ 2 × 2 4, 4 × 3 12 അല്ലേ? പിന്നെ 5 എന്ന് പറയുമ്പോൾ ഏതാണ്? 5 എന്ന് എഴുതുക. പിന്നെ 2 × 5 10, പിന്നെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 × 5 അല്ലേ? 20. 3 × 5 പറഞ്ഞാൽ 15. ഇതൊക്കെ കോമൺ ഫാക്ടർ ആട്ടോ രണ്ടിൻ്റെയും. ആദ്യം നമ്മൾ ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്താക്കേണ്ടത്? നമ്മളിങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ കള്ളിയൊക്കെ വരച്ച് എഴുതുക കേട്ടോ. പിന്നെ ഇതെന്താക്കുക? 2 × 3 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 3 6, 6 × 5 30 അല്ലേ? പിന്നെ 2 സ്ക്വയർ × 3 × 5 എന്ന് പറഞ്ഞാൽ 4 × 3 12, 12 × 5 എത്രയാണ്? 60. അപ്പോൾ ഈ 1 2 4 3 6 12 5 10 20 15 30 60 ഇതാണെന്ത്? കോമൺ ഫാക്ടർ ഓഫ് എത്രയാ? 1200. എത്ര ഇനി പറഞ്ഞിരുന്നത്? 1216ൻ്റെയും 1320ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഇനി ഈ നമ്പറിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാസ്റ്റ് ഈ വലിയ നമ്പറായിരിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല? ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന കോമൺ ഫാക്ടറിൽ വലിയ നമ്പറാണ് എന്ത്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായില്ല അല്ലേ? ഇനി നമുക്ക് എന്താക്കാം? ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കണേ. ദെൻ for each pair of numbers given below, find the largest common factors and all the other common factors. എന്താണ്? ലാർജസ്റ്റ് കോമൺ ഫാക്ടറും കാണണം, പിന്നെ ബാക്കിയുള്ള എല്ലാ കോമൺ ഫാക്ടറും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 45 and 75 ആണ് അല്ലേ? അപ്പോൾ 45ൻ്റെയും 75ൻ്റെയും എങ്ങനെ കാണാം? നമുക്ക് കാണുകയല്ലേ?
ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കി 45നെ എങ്ങനെ ചെയ്തപ്പോൾ എന്താക്കി 5 × 3 × 3 എന്ന് കിട്ടിയില്ലേ. അതുപോലെ 75നെ ചെയ്തപ്പോൾ എന്താക്കി 5 × 3 × 5 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിന് 45 = 5 × പിന്നെന്താ 3 × 3 അല്ലേ. അപ്പോൾ 3 × 3 നമ്മൾ എന്താക്കി 3 പവർ ആക്കിയതില്ലേ. എത്ര 3 × 2 അല്ലേ. അപ്പോൾ 2 എഴുതി, 3ന്റെ പവർ 2 എഴുതിയില്ലേ. ഇനി എന്താ 75നെ നമ്മൾ എന്താ ചെയ്തു 5 × 3 × 5 അല്ലേ. അതിലെന്താണ് 5 × 5 അല്ലേ. അപ്പോൾ 5 × 5 എന്താക്കി 5ന്റെ 2 പവർ സ്ക്വയർ ആക്കി എഴുതിയില്ലേ. അതിന്റെ പവർ എത്ര അഞ്ചുണ്ട് 1 2 അല്ലേ. അപ്പോൾ 2 പവർ ആക്കി എഴുതിയില്ലേ. × 3 അല്ലേ 3. അപ്പോൾ 1 അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, കോമൺ ഫാക്ടർ ഇവിടെ കണ്ടുപിടിക്കുകയാണ് അല്ലേ. അപ്പോൾ കോമൺ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താക്കാം 45ന്റെയും 75ന്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, കോമൺ ഫാക്ടർ. അപ്പോൾ നമുക്ക് എഴുതാ കോമൺ ഫാക്ടർ കോമൺ ഫാക്ടർ ഓഫ് 45 and 75 എങ്ങനെ എഴുതാം, ഫാക്ടേഴ്സ് ഓഫ് ഏതിൻ്റെയൊക്കെ ഫാക്ടേഴ്സാ എങ്ങനെ എഴുതാം നമുക്ക്. ഇവിടെ എന്തായാലും പറഞ്ഞിരുന്നത്, ഇവിടെ 5 കോമൺ ആയിട്ട് ഏതൊക്കെ ഉള്ളത്, ഇവിടെയും 5 ഇവിടെ 5 അല്ലേ. അതിന്റെ പവർ ഏതാ ചെറുത് നോക്കുക. ഇതിൽ ഏതാ പവർ ചെറുത് 5 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക 5 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 5 എന്ന് എഴുതി. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, അടുത്തത് എന്താണ്, ഇവിടെ 3² ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ പവർ ഏതാ ചെറുത്, 3 പവർ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 3 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താക്കുക കോമൺ 5ന്റെയും 3ഉം 5ഉം 3 ആണെന്ത് 5ഉം 3ഉം. പിന്നെന്താണ് നമുക്ക് വേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് 5 3 അല്ലേ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 5 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഫാക്ടേഴ്സ് ഓഫ് 5 3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു നമുക്ക് 5 എഴുതാം. പിന്നെയോ എങ്ങനെ പറഞ്ഞത്, പിന്നെ 3 എഴുതാം. പിന്നെയോ അത് രണ്ടും ഇൻറ്റു ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ പവറും സ്ക്വയറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടേബിളാക്കി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അവിടെ സ്ക്വയറും പവറൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ടേബിളാക്കി എഴുതാം അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് സ്ക്വയർ ഒന്നും ഇല്ലല്ലോ, പവർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കി ഇത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്തങ്ങോട്ട് എഴുതിയാൽ അല്ലേ. അപ്പോൾ 5ഉം 3ഉം പിന്നെ 3 × 5 15 അല്ലേ. 3 × 5 15 അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് കോമൺ ഫാക്ടർ ഓഫ് 45 and 75. മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമുക്ക് കിട്ടിയ ആൻസറിന്റെ അടിയിൽ 2 ലൈനൊക്കെ വരയ്ക്കുക കേട്ടോ. ഉത്തരം കോമൺ ഫാക്ടർ ഓഫ് 45 and 75 = 5 3 50 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 225ന്റെയും 275ന്റെയും ലാർജസ്റ്റ് കോമൺ ഫാക്ടർ. ഇതിന്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്താ, അപ്പോൾ 50. അതിലും 3ഉം 5ഉം 15ഉം അല്ലേ. അപ്പോൾ 15 ആണ് കേട്ടോ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ അതിൽ വരുന്നത്. ലാർജസ്റ്റ് കോമൺ ഫാക്ടർ = 15 എന്ന് എഴുതണം കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, ഇതിന്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 225ന്റെയും 275ന്റെയും കാണുക കേട്ടോ. അപ്പോൾ എങ്ങനെ കാണുക, അതേപോലെ നമ്മൾ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് 225 ലാസ്റ്റ് 5 ആണല്ലേ. അപ്പോൾ ഇത് നമുക്ക് 5ൽ ഇതാക്കുക അല്ലേ. അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 5 എന്താണ് 45 അല്ലേ. ചെയ്തു നോക്കുക കേട്ടോ. സൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 225 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക. അപ്പോൾ എന്താക്കും 45 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം അല്ലേ. 22ൽ എത്ര 5 ഉണ്ട് നോക്കുക അല്ലേ. എത്രയാ 22ൽ 5 എത്രയാണ് 20 പ്രാവശ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 5 4s 20. അപ്പോൾ 4 എന്ന് എഴുതുക. പിന്നെ അവിടെ ബാലൻസ് 2 ഉണ്ട്, 25 ഉണ്ട്. അപ്പോൾ 25ൽ എത്ര 5 ഉണ്ട് നോക്കുക 5 അല്ലേ. അപ്പോൾ എന്താണ് 45 ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇവിടെ ലാസ്റ്റ് 5 തന്നെയാണ്, അതുകൊണ്ട് 5ന്റെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും 9 അല്ലേ. 5 9s ആണ് എന്ത് 45 അല്ലേ. പിന്നെ ഇവിടെ വരുന്നത് ഏതാണ് 3 അല്ലേ. 9ൽ 3 എത്ര വട്ടമാണ് 3 വട്ടം തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതുക. ദെൻ 3 എന്ന് എഴുതി. ഇനി ഇവിടെ എത്രയാണ്, ഇവിടെ 3ൽ എത്ര 3 ഉണ്ട് നോക്കുക. അപ്പം എത്ര 3 ആണ് 1 അല്ലേ. 1 എന്ന് എഴുതുക. മനസ്സിലായില്ലേ. ഇനി അടുത്ത് നമുക്ക് 275 ചെയ്യണം അല്ലേ. അപ്പോൾ 275 അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക 275. ഇത് ലാസ്റ്റ് എന്താണ്, ലാസ്റ്റ് ഇത് വന്നുകൊണ്ട് എന്താണ് 5 വന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, ലാസ്റ്റ് 5 വന്നുകൊണ്ട് നമ്മൾ 5ൽ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര 5 ഉണ്ട് 275ൽ എത്ര 5 ആണ് നോക്കിയേ. ഫസ്റ്റ് 27 ആണ് അല്ലേ. അപ്പോൾ 27ൽ എത്ര 5 ഉണ്ട് നോക്കുക. എത്രയാണ് 5 അല്ലേ. അപ്പോൾ 5. പിന്നെ 27ൽ 25 അല്ലേ. 25 വരും. പിന്നെ ബാക്കി ഇവിടെ എന്താണ് 2 ആണ്. ഇപ്പോൾ 2 ഉണ്ട് അല്ലേ. 2ഉം 5ഉം 25ൽ എത്ര 5 തന്നെ അല്ലേ. അപ്പോൾ 55. ദെൻ ഈ 55ൽ എത്ര 5 ഉണ്ട്. അപ്പോൾ 55ൽ എത്ര 5 ആണ്, എത്ര 5 ഉണ്ട് 11 അല്ലേ. 5ൽ ഒരു 1, ഈ 5ൽ 1, അപ്പോൾ 11 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ 11 അല്ലേ. ഇനി ഉണ്ടോ മക്കളെ. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് സംശയം ഉണ്ടെങ്കിൽ ഇത് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് 5 × 5 = 11 കിട്ടും കേട്ടോ. അപ്പോൾ 5 × 5 × 11 എത്രയാണ് 275 കിട്ടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക്
ഇത് ശരിയാണെന്ന് ഉറപ്പിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മളിത് എങ്ങനെ എഴുതാം? 225 നമുക്ക് എന്താക്കുക? 5 × 5 × 3 × 3 എഴുതാം അല്ലേ. അതുപോലെ 275 5 × 5 × 11 എഴുതാം അല്ലേ. പിന്നെ അത് പവറിൻ്റെ രീതിയിൽ ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് 225 5² അല്ലേ. 5 എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ പവർ 2 എഴുതി. ഇൻറ്റു 3 എഴുതി. പിന്നെ 3 എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ 3² എഴുതി അല്ലേ. അതുപോലെ 275 നോക്കിയേ, എത്ര ഉണ്ട്? 5 × 11 ആണല്ലേ. അപ്പോൾ 5 എത്ര ഉണ്ട്? 2. അപ്പോൾ പവർ 2 എഴുതി. ഇൻറ്റു പിന്നെ 11 1 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5² 3² ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ? കോമൺ ഫാക്ടർ ഓഫ് 225 ആൻഡ് 275 എങ്ങനെ എഴുതാം? അതിൻ്റെ ഇത് ഇവിടെ 5² ഇത് രണ്ടിനും എന്താണ്? സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? 5ൻ്റെ പവർ 5² തന്നെ കൊടുക്കുക അല്ലേ. കാരണം എന്താണ്? രണ്ടും ഇത് ചെറുതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. രണ്ടും സെയിം ആയതുകൊണ്ട് എന്താക്കാം? നമുക്ക് പവർ സ്ക്വയർ ആക്കി തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഇൻറ്റു 3² അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഇല്ല അല്ലേ. 3 ഇല്ല. അതുപോലെ 11 ഇതിലുമില്ല. അപ്പോൾ നമുക്ക് എഴുതണ്ട. ഓൺലി 5² എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? അതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓക്കെ 5 × 25 അല്ലേ. ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഇതിൽ ഏതാണ്? 25 അല്ലേ. എങ്ങനെ എടുക്കുക? ഇത് 5² അല്ലേ. അപ്പോൾ 5² പറയുമ്പോൾ 5 അതിൻ്റെ ഫാക്ടറാണ്. അതുപോലെ എന്താണ്? 5 × 5 അല്ലേ. അപ്പോൾ 2 5 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ 5 × 5 5² 25 അല്ലേ. അപ്പോൾ അതും എന്താണ്? അതിൻ്റെ കോമൺ ഫാക്ടറാണ് അല്ലേ. പിന്നെ ഇതിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ = എന്ന് പറഞ്ഞ് എഴുതുക. എന്താണ് ഇതിൽ? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. ഫാക്ടർ = എത്രയാ? അതിൽ വലിയ ഏതാ? 5 ആണ് 25 ആണ് 25 അല്ലേ. അപ്പോൾ 25 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 360 × 300 ലാർജസ്റ്റ് കോമൺ ഫാക്ടറും അതർ കോമൺ ഫാക്ടറുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇത് അതേപോലെ 360 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പിന്നെ 300 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 300 ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ്? 2 × 2 × 3 × 5 × 5 അല്ലേ. അതുപോലെ 360 ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടില്ല. 2 × 2 × 2 × 3 × 3 × 5 എന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ശരിയാണോ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കുക? ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 360 തന്നെ കിട്ടുന്നത് നോക്കുക. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 300 ആണോ കിട്ടുന്നത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി എന്താണ്? ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാന്ന് അനുമാനിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ശരിയാക്കുക. ദെൻ അപ്പോൾ 360ൻ്റെയും 300ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? കോമൺ ആദ്യം എന്താക്കുക? 360 = പറഞ്ഞിട്ട് ഇത് എഴുതുക. പിന്നെ ഇത് എഴുതുക 360ൻ്റെ. പിന്നെ കോമൺ മറ്റേതോ ഫാക്ട് 300 = പറഞ്ഞ് ഇത് എഴുതുക. അത് നമുക്ക് എഴുതാം. ഇനി ഇങ്ങനെ എഴുതുക. 2 എന്താണ്? 2 എത്ര ഉണ്ടെന്ന് 360 നോക്കുക. 360ൽ 2 എത്ര ഉണ്ട്? 3 അല്ലേ. അപ്പോൾ പവർ 3 ആക്കി എഴുതുക. ഇൻറ്റു 3 എന്ന് എഴുതുക. 3 എത്ര ഉണ്ട് നോക്കുക? 1 2 2 അല്ലേ. പവർ 2 ആക്കി എഴുതുക. ഇൻറ്റു ഈ 5 എന്ന് എഴുതി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ? 300 അല്ലേ. 2 ഉണ്ട് അല്ലേ. 2 ഇൻറ്റു അല്ലേ. 2 എത്ര ഉണ്ട്? 1 2 അല്ലേ. 2 എഴുതി. പിന്നെ 3 1 ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു പിന്നെ 5 അല്ലേ. 5 എത്ര ഉണ്ട്? 1 2 അല്ലേ. അപ്പോൾ 2 പവറാക്കി എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ കോമൺ ഫാക്ടർ ഓഫ് 360യും 300ഉം കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഫാക്ടർ ഏതാണെന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക. എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് നമ്പർ നമുക്ക് എഴുതാൻ പറ്റുക? ഇതിലേതാ ചെറുത് നോക്കുക അല്ലേ. ഏതാ ചെറുത്? 2³ ആണ് 2² ആണോ? അപ്പോൾ 2² അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 2² എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 2² ഇൻറ്റു എന്താ എഴുതണ്ടേ? 2² ഇൻറ്റു ഇവിടെ രണ്ടിലെന്താ കോമൺ ആയിട്ടുള്ളത്? ഏതാ ഉള്ളത്? പിന്നെ 3² ആണോ? പിന്നെ 3 ആണോ? അതിൻ്റെ പവർ ഏതാ ചെറുതത്? ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ് അല്ലേ. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? 1 അല്ലേ. അപ്പോൾ 3 ആണ് അവിടെ പവർ ചെറുത് അല്ലേ. അപ്പോൾ 3 എന്ന് എഴുതുക. പിന്നെ എന്താ വരുന്നത്? ഇവിടെ 5 അല്ലേ. 5² ഉണ്ട് 5ഉം ഉണ്ട് അല്ലേ. അതിൽ ഏതാ പവർ ചെറുത്? ഇവിടെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. 1 2 ചെറുത് 1. അപ്പോൾ ഈ 5 നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കുക? ഇവിടെ 5 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാണ്? ഈ 2²ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇനി എന്താക്കാണ്? ഇതിൻ്റെ നമ്മളെ കോമൺ ഫാക്ടർ ഓഫ് 360ൻ്റെയും 300ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ 2²ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും എന്താണ്? ഫാക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? ടേബിളാക്കി പ്രാവശ്യം വരയ്ക്കണം കേട്ടോ. അപ്പോൾ ടേബിളാക്കി വരയ്ക്കുക നമ്മൾ. ഓക്കെ, ഇനി എങ്ങനെ ഇത് എഴുതണ്ടേ നമുക്ക് നോക്കുകയല്ലേ. എങ്ങനെ എഴുതാം? ഇത് എഴുതിയത് മനസ്സിലായില്ല അല്ലേ. ഇവിടെ 2² ആണ്, നിങ്ങൾ കാണുന്നില്ലേ.
ഇപ്പോൾ കാണില്ലേ 2 സ്ക്വയർ അങ്ങോട്ട് ഇറക്കി ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ഇവിടെ എന്താക്കണം, ഇവിടെ 1 ഇവിടെ 2 സ്ക്വയർ ആയതുകൊണ്ട് എന്താക്കി നമ്മളിവിടെ 1 ഇട്ട് പിന്നെ 2 ഇട്ട് 2 സ്ക്വയർ എഴുതിയിട്ടില്ലേ. ഇനി ഇവിടെ 3 ഉണ്ട് അല്ലേ, ആ 3 ഇതിലെ താഴെ എഴുതുക അല്ലേ. പിന്നെ എന്താണ് 5 ഉണ്ട്, 5 സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം ആദ്യം. ഓക്കെ, ഇവിടെ എന്താണ് 2 സ്ക്വയർ ഉണ്ടായതുകൊണ്ട് 1 2 2 സ്ക്വയർ എന്നിട്ട് പിന്നെ ഇവിടെ എന്താണ് 3 ഉണ്ട് അല്ലേ, 3 എന്ന് എഴുതി. പിന്നെ 5 ഉണ്ട് അല്ലേ, അപ്പോൾ 5 എന്ന് എഴുതി. പിന്നെ എന്താണ് 3യും 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി അല്ലേ. ഇനി നമുക്ക് ഈ കോളത്തിൽ എന്താ എഴുതേണ്ടത്, എന്താ ഈ കോളത്തിൽ എഴുതേണ്ടത് മക്കളെ? ഈ കോളത്തിൽ എഴുതേണ്ടത് ഈ ഇതിൻ്റെ മുകളിലുള്ള ഈ നമ്പറും സൈഡിലുള്ള ഈ നമ്പറുമാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് എഴുതേണ്ടത് 2 × 3 എന്ന് എഴുതാം അല്ലേ. 2 × 3 2 × 3 എന്ന് എഴുതുക. ഇവിടെയോ നമുക്ക് എന്താ എഴുതേണ്ടത്? 2 സ്ക്വയർ ആയി മുകളിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ 2 സ്ക്വയർ × 3 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 4 × പിന്നെ 3 അല്ലേ, 4 × 3 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ഈ കോളത്തിൽ എന്താ എഴുതേണ്ടത്? ഈ കോളത്തിൻ്റെ നേരെ മുകളിലുള്ള ഈ നമ്പറും ഇൻറ്റു ഈ നമ്പറും അല്ലേ. അപ്പോൾ 2 × എന്താ 5 അല്ലേ, 2 × 5 അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് ഈ കോളത്തിൽ എന്താ എഴുതേണ്ടത്? നേരെ ഈ മുകളിലുള്ള ഈ നമ്പർ അല്ലേ, 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 എന്താ 4 അല്ലേ. 4 × പിന്നെ എന്താണ് ഈ സൈഡിലുള്ള ഈ നമ്പർ അല്ലേ 5 അല്ലേ. അപ്പോൾ 4 × 5 എന്നാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ നേരെ മുകളിലുള്ള ഈ നമ്പർ അല്ലേ 2 × പിന്നെ ഈ സൈഡിലുള്ള ഈ നമ്പർ ഏതാ 3 × 5 അല്ലേ. 3 × 5 അതങ്ങോട്ട് എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് ഇനി ഇവിടെ എന്താ എഴുതേണ്ടത്? നേരെ മുകളിലുള്ള ഈ നമ്പർ അല്ലേ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ. 4 × പിന്നെ എന്താ ഈ നേരെ സൈഡിലുള്ള ഈ നമ്പർ എത്ര 3 × 5 അല്ലേ, അത് എഴുതുക 3 × 5. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഇനി നമ്മളെന്താണ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 360 ആൻഡ് 300 എന്താ കോമൺ ഫാക്ടർ? ഇത് നമ്മൾ ചെയ്താൽ എന്ത് കിട്ടും? എന്തൊക്കെയാണ് കിട്ടുക? 1 കിട്ടും അല്ലേ. ഏതാ 1 കിട്ടും അല്ലേ. പിന്നെ എന്താ കിട്ടുക? 2 കിട്ടും. പിന്നെയോ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 4 അല്ലേ. 1ഉം 2ഉം 4 അല്ലേ. പിന്നെ വരുന്നത് ഏതാണ്? 3 അല്ലേ, 3 വരും. പിന്നെന്താ വരുന്നത്? 2 × 3 എന്താ 6 അല്ലേ, 6 വരും. പിന്നെന്താ 4 × 3 എത്രയാണ്? 12. ഓക്കെ, 12 വരും. ദെൻ നെക്സ്റ്റ് അടുത്ത എന്താ വരിക? ഇവിടെ 5 അല്ലേ, അപ്പോൾ 5 എന്ന് എഴുതി. പിന്നെന്താ വരുന്നത്? 2 × 5 എന്താ 10 അല്ലേ, 10 എഴുതി. പിന്നെ അടുത്ത എന്താ 4 × 5 എന്താ 20 അല്ലേ. 4 × 5 20. ഇതാ ഇവിടെ 4 × 5 കണ്ടില്ലേ. ഇവിടെ ഈ 5 ആണ് ഈ 5 എഴുതിയിരിക്കുന്നത്. 2 × 5 ആണ് ഇവിടെ 10 എഴുതിയത്. 4 × 5 ആണ് ഇവിടെ 20 എന്ന് എഴുതി അല്ലേ. ഇനി അടുത്ത എന്താ വരുന്നത്? 3 × 5 15 അല്ലേ, അവിടെ എഴുതി. പിന്നെ എന്താ വരുന്നത്? 2 × 3 അല്ലേ, × 5 അല്ലേ. 2 × 3 എന്താ 6. 6 × 5 എത്ര 30 അല്ലേ. അപ്പോൾ 30 ആണ് ആ നമ്പർ. പിന്നെ അടുത്ത എന്താ വരിക? ഇനി 4 × 3 × 5 അല്ലേ. 4 × 3 എത്രയാ 12. 12 × 5 എത്രയാ 60 അല്ലേ. അപ്പോൾ 60 ആണ് നമ്പർ കേട്ടോ. അപ്പോൾ നമ്മുടെ കോമൺ ഫാക്ടർ ഓഫ് 360ൻ്റെയും 300ൻ്റെയും കോമൺ ഫാക്ടർ എന്താണ്? 1 2 4 3 6 12 5 10 20 15 30 60 അല്ലേ. അപ്പോൾ ഇത്രയാണ് എന്ത് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 360 ആൻഡ് 300 അല്ലേ. ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുക, അല്ലെങ്കിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ ഏതാ? കോമൺ ഫാക്ടർ 60 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് ഈക്വൽ ടു 60 എന്ന് എഴുതുക കേട്ടോ. അത് നിങ്ങൾ എഴുതുക. അപ്പോൾ ലാർജസ്റ്റ് common factor is equal to എത്രയാ? ഫാക്ടർ is equal to 60 അല്ലേ. 60 അല്ലേ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഇതിൽ കാണിക്കുന്നത്. ഇത് പിന്നെ കോമൺ ഫാക്ടർ ആണ് എന്ത് ഇത് കേട്ടോ. കോമൺ ഫാക്ടേഴ്സ് ആർ ഈക്വൽ ടു പറഞ്ഞിട്ട് ഇത് എഴുതുക. കോമൺ ഫാക്ടേഴ്സ് ആണിത്. കോമൺ ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക? 1 2 4 3 6 12 5 10 20 15 30 60. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 210ൻ്റെയും 504ൻ്റെയും ആണ് കേട്ടോ. അതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് എന്താക്കുക അതേപോലെ കണ്ടുപിടിക്കുക കേട്ടോ. നോക്കൂ 210 എന്താ 2 × 3 × 5 × 7 എഴുതി അല്ലേ. ഇനി 504നെയോ 2 ക്യൂബ് ആണല്ലേ. 1 2 3 2 ക്യൂബ് ഉണ്ട് അല്ലേ. 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 എഴുതി അല്ലേ. × 3 എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ 3 സ്ക്വയർ × 7 1 അല്ലേ. അപ്പോൾ എന്താണ് കോമൺ ഫാക്ടർ ഓഫ് 210 ആൻഡ് 504ൻ്റെ എങ്ങനെ എഴുതാം?
കോമൺ ഫാക്ടർ ഓഫ് 210 and 504 is equal to ഫാക്ടേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം ഫാക്ടേഴ്സ് ഓഫ് നിങ്ങൾ ആ ഫാക്ടേഴ്സ് ഓഫ് എന്നൊക്കെ എഴുതണം കേട്ടോ എന്താണ് ഇവിടെ 2 അല്ലേ 2 ഇതിലുണ്ട് അല്ലേ അപ്പോൾ 2ൻ്റെ പവർ ഏതാ ഇത് വരുന്നത് ചെറുത് ഏതാണ് 2ൻ്റെ പവർ ഏതാ ചെറുത് വരുന്നത് ഏതാ മോൾത്ത് അല്ലേ 1 അല്ലേ ഇത് 3 ആണല്ലേ അപ്പോൾ 2 അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കാം 2 ഇൻറ്റു എന്ന് എഴുതാം അല്ലേ പിന്നെ 3 അല്ലേ 3ൻ്റെ ഏതാണ് 3 സ്ക്വയർ ഉണ്ട് ഇവിടെ കിടക്കുന്നത് ഇവിടെ 3 ഉള്ളൂ അല്ലേ അപ്പോൾ ഏതാ പവർ ചെറുത് 3 ആണ് അല്ലേ അപ്പോൾ 3 എഴുതാം ഇൻറ്റു പിന്നെ എന്താ അടുത്ത് 5 ഉണ്ടതിൽ ഇല്ല അപ്പോൾ എടുക്കരുത് അല്ലേ 7 രണ്ടിലുണ്ട് അല്ലേ അപ്പോൾ 7 എഴുതുക അപ്പോൾ ഇതാണ് എന്ത് വരുന്നത് ഫാക്ടേഴ്സ് ഓഫ് 2 3 7ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്ത് ഈ 210ൻ്റെയും 504ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം 1 2 എങ്ങനെ എഴുതാം അപ്പോൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 210 504 എങ്ങനെ എഴുതാം 2 3 7 എഴുതുക പിന്നെ എന്താക്കുന്നത് നമ്മൾ ഇൻറ്റു ചെയ്യാൻ 2 × 3 6 എഴുതി പിന്നെ 2 × 7 14 എഴുതി പിന്നെ ഏതാണ് ഇവിടെ ചെയ്യാത്ത 3 × 7 അല്ലേ 21 അപ്പോൾ ഇതാണ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 210 and 504 ഇനി ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് അതിലേറ്റവും വലുത് ലാർജസ്റ്റ് ഏതാണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഫാക്ടർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം അതിൽ ലാർജസ്റ്റ് ഏതാ 2 3 7 6 14 21 ഏതാ ഏറ്റവും വലിയ ലാർജസ്റ്റ് 21 അപ്പോൾ 21 എഴുതുക ഓക്കെ ഇത്രയേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിലെന്താണ് ഇത് 3 കൂടി ഇൻറ്റു ചെയ്യണ്ടേ 2 × 3 × 7 കൂടി ചെയ്യണ്ടേ കൂടി ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ 2 × 3 × 7 ചെയ്യുക അപ്പോൾ 2 × 3 × 7 എത്രയാണ് 2 × 3 × 7 2 3 6 6 7 എത്രയാണ് 42 അല്ലേ അപ്പോൾ 42 എന്നും കൂടി എഴുതുക കേട്ടോ അപ്പോൾ 42 എന്ന് വരും അപ്പോൾ നമ്മളെ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് 210 504ൻ്റെ 2 3 7 6 14 21 42 കേട്ടോ ദെൻ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് 42 ആണ് കേട്ടോ 21 അല്ല എന്താണ് 42 ആണ് കേട്ടോ എത്രയാണ് ഇതല്ല 21 അല്ല എന്താണ് 42 കേട്ടോ ഓക്കെ അപ്പോൾ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ 42 ഓക്കെ മനസ്സിലായല്ലോ ദെൻ നെക്സ്റ്റ് 588 ആണ് അല്ലേ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ 336 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താക്കി 2 ഇങ്ങനെ കിട്ടിയില്ലേ അപ്പോൾ എത്ര 2 ഉണ്ട് 1 2 3 4 അല്ലേ അപ്പോൾ 2⁴ ഇൻറ്റു പിന്നെ 3 × 7 അല്ലേ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി 588നെയോ 2 × 2 എത്ര ഉണ്ട് 2 2⁴ അല്ലേ അപ്പോൾ 2² എഴുതി ഇൻറ്റു 3 ഒന്നേ ഉള്ളൂ അപ്പോൾ 3 ഇൻറ്റു പിന്നെ 7 അല്ലേ 7 ഇൻറ്റു എത്ര 7 എത്ര എണ്ണുണ്ട് 2 അല്ലേ അപ്പോൾ 7⁻², അല്ലേ 2² × 3 × 7² അല്ലേ. ഇനി നമുക്ക് എന്താണ് കോമൺ ഫാക്ടർ ഓഫ് 336 and 588 ഈസ് ഈക്വൽ ടു ദ ഫാക്ടേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് ഏതാണ് ഏറ്റവും ഇതിൻ്റെ എക്സ്പോണൻറ്റ് പവർ ഏതാ ചെറുത് നോക്കുക. ഏതാ പവർ ചെറുത്? 2² ആണ്. 2⁴ ആണ് ചെറുത്, 2² അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 2² എന്ന് എഴുതുക കേട്ടോ. പിന്നെന്താണ് 2² എന്ന് എഴുതി. ഇതിൽ രണ്ട് ചെറുത് ഏതാണ് പവർ? 2² ആണ്. 2 ആണോ? ഇത് 2⁴ ആണ്, ഇത് 2⁴ ആണ്. അപ്പോൾ 4 ആണ് 2 ആണ് ചെറുത് 2 അല്ലേ. അപ്പോൾ 2² എന്നോട് എഴുതി. ഇനി എന്താണ് ഇവിടെ ഉള്ളത്? 3 ഉണ്ട്, രണ്ടിലും 3 ഉണ്ട്. അപ്പോൾ 3 എന്ന് എഴുതുക. ഇവിടെ 3 എന്ന് എഴുതി. പിന്നെ എന്താ ഉള്ളത്? പിന്നെ 7 ഉണ്ട്, 7² ഉണ്ട്. അതിൻ്റെ പവർ ഏതാ ചെറുത്? 7 അല്ലേ. അപ്പോൾ 7 എന്ന് എഴുതാം അവിടെ. അപ്പോൾ നമ്മളെന്താണ് ഇതിൻ്റെ ഫാക്ടേഴ്സാണ് എന്ത് പറയുന്നത്? എന്താണ് ഈ കോമൺ ഫാക്ടർ ഓഫ് 336 588 കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ നോക്കുക. നമുക്ക് ടേബിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ ടേബിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ആദ്യം ഇവിടെ 2² ആണല്ലോ. അപ്പോൾ 1 2 2² എന്ന് എഴുതി. ഇനി ഇവിടെ 3 ഉണ്ട് എഴുതി. ഇനി 7 ഉണ്ട് എഴുതി. പിന്നെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തതും ഇവിടെ എഴുതി. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ 2 ഇവിടെ ഈ കോളത്തിൽ ഏതായത് ഈ മുകളിലത്തെ ഈ നമ്പറും ഇൻറ്റു ഈ സൈഡത്തെ ഈ നമ്പറും അല്ലേ. അപ്പോൾ 2 × 3 അല്ലേ. പിന്നെ ഇതിലെന്താ എഴുതേണ്ടത്? ഇവിടെ ഈ മുകളിലത്തെ നമ്പർ ഏതാ? 2² അല്ലേ. 2² എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4 ഇൻറ്റു പിന്നെ ഈ സൈഡത്തെ നമ്പർ എന്താ? 3 അല്ലേ. അതെഴുതി. പിന്നെ ഇവിടെ ഏതാ എഴുതേണ്ടത്? ഈ മുകളിലത്തെ നമ്പർ ഏതാ? 2 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു സൈഡത്തെ നമ്പർ ഏതാ? 7 അല്ലേ. ആ 7 എഴുതി. പിന്നെ ഇവിടെ എന്താ എഴുതേണ്ടത്? മുകളിലത്തെ നമ്പർ ഏതാ? 2² അല്ലേ. 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4 അല്ലേ. 4 ഇൻറ്റു പിന്നെ ഈ സൈഡത്തെ നമ്പർ ഏതാ? 7 അല്ലേ. അതെഴുതി. ദെൻ അടുത്ത് ഇവിടെ എന്താ എഴുതുക? മുകളിലത്തെ നമ്പർ ഏതാ? 2 അല്ലേ. 2 ഇൻറ്റു പിന്നെ സൈഡത്തെ നമ്പർ ഏതാ? 3 × 7 അല്ലേ. ഇനി ഇവിടെയോ മുകളിലത്തെ നമ്പർ ഏതാണ്?
മുകളത്തെ നമ്പർ ഇതാ ഇവിടെ ഈ മുകളത്തെ നമ്പർ ഏതാണ് 2² അല്ലേ. ഏറ്റവും മുകളത്തെ ഈ നമ്പറാണ് ഇത് നോക്കേണ്ടത് കേട്ടോ. അതേപോലെ ഏറ്റവും സൈഡത്തെ ഈ നമ്പറുമാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ കോളത്തിനും ഇപ്പോൾ 2² എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ. 4 ഇൻറ്റു പിന്നെ ഇവിടെ സൈഡത്തെ നമ്പർ എന്താ 3 × 7 അല്ലേ. അതങ്ങനെ എഴുതുക. ഓക്കെ. ദെൻ ഇനി നമുക്ക് എന്താക്കുക അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക അല്ലേ. അപ്പോൾ ഏതൊക്കെ വരും കോമൺ ഫാക്ടേഴ്സ് ആർ ഈക്വൽ ടു കോമൺ ഫാക്ടേഴ്സ് ഓഫ് 336 ആൻഡ് 588 ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതാം. കോമൺ ഫാക്ടേഴ്സ് ഓഫ് എന്താണ് 336 ആൻഡ് 588 ഇസ് ഈക്വൽ ടു പറഞ്ഞ് എങ്ങനെ എഴുതാം നമുക്ക്. അവിടെ എന്തുണ്ട് ആദ്യം ഇവിടെ 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കുളത്ത് ആദ്യം എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 1 പിന്നെന്താ ഉള്ളത് 2 കോമ ഇത് 2 പിന്നെന്താ 2² എന്ന് പറഞ്ഞാൽ എന്താ 4 അല്ലേ അല്ലേ. പിന്നെന്താ വരുന്നത് അടുത്തതിൽ വരുന്നത് 3 അല്ലേ. ഇവിടെ 3 എഴുതുക. പിന്നെന്താ വരുന്നത് 2 × 3 എന്താ 6 അല്ലേ 6. പിന്നെന്താ 4 × 3 എത്ര 12. പിന്നെ അടുത്തത് എന്താ വരുന്നത് 7 അല്ലേ 7 എഴുതുക. 2 × 7 എത്രയാ 2 × 7 14 അല്ലേ. അപ്പോൾ 14 എഴുതുക. ദെൻ അടുത്തത് എന്താ വരുന്നത് 14 എഴുതുക. അടുത്തത് എന്താ 4 × 7 എത്രയാണ് 28 അല്ലേ 28 എഴുതുക. പിന്നെ ദെൻ അടുത്തത് എന്താ 3 × 7 എത്രയാണ് 21. പിന്നെന്താ വരുന്നത് 2 × 3 എത്ര 3 × 7 എത്രയാണ് 2 × 3 6 6 × 7 എത്രയാണ് 42 അല്ലേ. അപ്പോൾ 42 എന്ന് എഴുതുക. പിന്നെ അടുത്തത് എന്താ വരുന്നത് 4 × 3 × 7 എത്രയാണ് 4 3 12 അല്ലേ. 12 × 7 എത്രയാണ് 84 അല്ലേ 84 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 336 ആൻഡ് 588 ഇസ് ഈക്വൽ ടു 1 2 4 3 6 12 7 14 28 21 42 84 അല്ലേ. ഇനി ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് അതിൽ ലാർജസ്റ്റ് ഏതാണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ പറഞ്ഞേ ഏറ്റവും വലുതായാലും ഏതാ യെസ് എന്താണ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താ അതിൽ ഏറ്റവും വലുത് 84 അല്ലേ. അപ്പോൾ 84 ആണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കേട്ടോ. ഓക്കെ. ദെൻ നോക്കൂ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്. ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് നമ്പർ എടുക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ എന്താണ് 2 ഉം 3 എടുക്കുക. രണ്ടും എന്താണ് ഓക്കെ 2 ഉം 3 എടുത്തു വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ 2ൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് 1 ഉം 2 ആയിരിക്കും അല്ലേ. ഓക്കെ. ഇനി 3ൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയും 1 ഉം 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിലുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ 1 അല്ലേ. അപ്പോൾ എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പർ ഞാൻ എത്രയാണ് 1 ആണ് കേട്ടോ. ആൻസർ എന്താണ് 1. മനസ്സിലായില്ല അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇനി വേറെ ഏത് നമ്പർ എടുത്താലും നമുക്ക് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ 3 ഉം 5 ഒരു ഇതാണ് 7 5 എടുക്കുകയാണ് 7 എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ 5ൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ് 5ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ഉം 5 ആയിരിക്കും അല്ലേ. 1 ഉം 5 ആയിരിക്കും. ഈ 7ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ് 1 ഉം 7 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 5ൻ്റെയും 7ൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാ 1 തന്നെ. അപ്പോൾ എന്താണ് ലാർജസ്റ്റ് ആണെങ്കിലും എന്താണ് ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 1 കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പർ ബി 1 എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പർ ബി 1 2 കോമ്പോസിറ്റ് നമ്പറിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം അല്ലാത്ത നമ്പറുകൾ അല്ലേ. പ്രൈം അല്ലാത്ത നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് 4 എടുക്കുക. ഒന്ന് 4 എടുക്കുക. ഒന്ന് എന്താണ് 6 എടുക്കുക. ഓക്കെ. അപ്പോൾ 4ൻ്റെ കോമൺ ഫാക്ടർ ഏതൊക്കെയാണ് 1 പിന്നെന്താണ് 2 പിന്നെ 4 ആയിരിക്കും. ഓക്കെ. ഇനി അപ്പോൾ 6ൻ്റെ എന്തായിരിക്കും 1 2 3 6 അല്ലേ. അപ്പോൾ അതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും പറഞ്ഞേ അവിടെ 4ൽ 1 ഉം 2 ഉം 4 ഉം അല്ലായിരുന്നോ. 6ൽ 1 ഉം 2 ഉം 3 ഉം 6 ഉം ആണല്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആയി വരുന്നത് 1 ഉം 2 ആണല്ലേ. അതിൽ ലാർജസ്റ്റ് പറയുന്നത് എന്തായിരിക്കും 2 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ കാരണം ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പർ ബി 1 ആവുമോ എന്നോ അല്ലേ. ഇല്ലേ ആവോ ഇല്ല. പിന്നെ എന്താണ് ഈ ചോദ്യത്തിൽ എല്ലാ കോമ്പോസിറ്റ് നമ്പറിലും എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സും അല്ലേ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 3 5 7 11 13
17, 19 എക്സെട്ര അല്ലേ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 4, 6, പിന്നെ ഏതാണ് 8, 9, 10, പിന്നെ അങ്ങനെ പോകും അല്ലേ. 12, 14 എക്സെട്ര അല്ലേ. അങ്ങനെ പോകുന്നതാണ് എന്ത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ കോമ്പോസിറ്റ് നമ്പറിലും എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 അല്ല, നോ അല്ലേ. ഇനി കോമ്പോസിറ്റ് നമ്പറിൽ 1 ആവും. എപ്പോഴാണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് 4 എടുക്കുക, 4 എടുക്കുക. ഒന്ന് എന്താക്കുക നിങ്ങൾ? വേറൊരു കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 9 എടുക്കുക. ഓക്കെ, 4ഉം 9ഉം എടുക്കുക. ഈ 4ന്റെ കോമ്പോസിറ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 2ഉം 4ഉം ആണ്. ഓക്കെ, 1ഉം 2ഉം 4ഉം. ഓക്കെ, ഇനി 9ന്റെ ഏതാണ്? 1ഉം 3ഉം 9ഉം ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന് എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ. ഒരു കോമൺ ഫാക്ടർ ഉള്ളൂ ഇതിൽ. രണ്ടിലും അല്ലേ 1 2 ഉണ്ട്, 2 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 9 ഇല്ല. അപ്പോൾ ഇതിൽ എന്താണ് ഒറ്റ കോമൺ ഫാക്ടർ ഉള്ളത് 1 അല്ലേ. അപ്പോൾ ഇവിടെ 1 ആവും ചില കേസിൽ. എല്ലാ കേസിലും എന്താണ് എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എടുത്താലും എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കില്ല അല്ലേ. ചില കേസിൽ എന്താക്കും 1 വരും. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ കേസിലൊക്കെ അല്ലേ. 4, 6 എന്നുള്ള അതിലൊന്നും എന്താണ് വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? എന്താണ്? ഇഫ് 2 നമ്പേഴ്സ് ആർ ഡിവൈഡഡ് ബൈ ദെയർ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2 നമ്പർ ആർ ഡിവൈഡഡ് ബൈ ദെയർ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ. 2 നമ്പർ ഡിവൈഡ് ചെയ്യുക, ആ നമ്പറിന്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടറും ഉണ്ട്. അതായത് 2 നമ്പർ എടുക്കുക. ഏതൊക്കെയാണ് നമ്മൾ 2 നമ്പർ എടുക്കുക? ഫോർ എക്സാമ്പിൾ 2 നമ്പർ ഏതെങ്കിലും ഒരു നമ്പറാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാ ഞാൻ എടുക്കുന്നത് വെച്ചാൽ 6 എടുക്കുകയാണ്. ഒന്ന് ഞാൻ എടുക്കുന്നത് 8 ആയിക്കോട്ടെ. ഓക്കെ, 6, 8. ദെൻ 6, 8 ഇതിൻ്റെ കോമൺ ഫാക്ടർ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ 8ന്റെ ഏതാണ്? ഇതെങ്ങനെ കോമൺ ഫാക്ടർ കിട്ടുക? അല്ല, ഫാക്ടർ കിട്ടുക എന്ന് അറിയാമല്ലോ അല്ലേ. 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. പിന്നെ 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. പിന്നെ വരുന്നത് ഏതാണ്? അതിൽ 1, 2, 3, 6 അല്ലേ. ദെൻ 8ന്റെ ഏതൊക്കെ നമുക്ക് എടുക്കുക? 1 ഉണ്ടാവും, പിന്നെ 2 അല്ലേ. 2നോട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടും. പിന്നെ ഏതാ? 3നോട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടില്ല. 4നോട് 8 ചെയ്താൽ കിട്ടും അല്ലേ. പിന്നെ 5നോട് ഇൻറ്റു ചെയ്താൽ കിട്ടുമോ? 6നോട് ഇൻറ്റു ചെയ്താൽ കിട്ടുമോ? ഇല്ല. 7നോട് 8നോട് അല്ലേ. അപ്പോൾ 8 × 1 അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ഈ 8ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ ഏതാണ്? 1ഉം 2 ആണ് അല്ലേ. അപ്പോൾ 1ഉം 2 ആണ് എന്ത് 6ന്റെയും 8ന്റെയും കോമൺ ഫാക്ടർ. 3ഉം 6 ഇതിലില്ലല്ലോ, 4ഉം 8 ഇതിലും ഇല്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1ഉം 2 അല്ലേ. ഈ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2 അല്ലേ. 2 ആണ് ഇതിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താ പറയുക? 2 നമ്പറിനെ അതിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ 6നെ അതിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ 8ന്റെയും ലാർജസ്റ്റ് കോമൺ ഫാക്ടറിനോട് എന്താ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ 6 ഏതാണ്? 2 അല്ലേ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 3 അല്ലേ. ഇനി 8 ഡിവൈഡഡ് ബൈ 2 ലാർജസ്റ്റ് കോമൺ 6ന്റെയും 8ന്റെയും ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എന്താക്കിയാൽ ഇതിനെ ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ എന്താ കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 3ഉം 4ഉം കിട്ടും അല്ലേ. ഇനി എന്താ ചെയ്യുക? വാട്ട് വുഡ് ബി ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ കോഷ്യൻസ് അല്ലേ. ഇതിൻ്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിൻ്റെ എന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താണ്? 3 അല്ലേ. 3ഉം 4ഉം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം? 3ന്റെയും 4ന്റെയും എന്താണ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ. 3ന്റെ കോമൺ ഫാക്ടർ എന്താ? 3ന്റെ ഫാക്ടർ എന്താ? 1ഉം 3ഉം. ഓക്കെ, ഇനി 4ന്റെ ഫാക്ടർ എന്തൊക്കെയാണ്? 1ഉം 2ഉം പിന്നെ 4ഉം അല്ലേ. അപ്പോൾ ഇതിലെന്താണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്താ? 1 അല്ലേ. അപ്പോൾ നമ്മളെ ആൻസർ എന്തായിരിക്കും എന്നല്ലേ. അപ്പോൾ 1 ആയിരിക്കും നമ്മളെ ആൻസർ കേട്ടോ. രണ്ടിൽ ഉള്ള ഏതാണ്? 1 അല്ല. ഇത് രണ്ടിലുള്ളത് 1 അല്ലേ. പിന്നെ 3 ഇതിലുണ്ട്, ഇതിലില്ല. 2 ഇതിലുണ്ട്, പക്ഷെ ഇതിലില്ല. 4ഉം ഇല്ല അല്ലേ. അപ്പോൾ രണ്ടിലുള്ളത് ഏതാ? 1 അല്ലേ. അപ്പോൾ 2 നമ്പറിനെ അതിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടറോട് ഡിവൈഡ് ചെയ്താൽ ആ കോഷ്യന്റിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കും? അപ്പോൾ 1 ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.